എല്ലാവർക്കും വേൾഡ് സൺഡേ സ്കൂൾ ഡേയുടെ ആശംസകൾ. എല്ലാ വർഷവും നവംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച വേൾഡ് സൺഡേ സ്കൂൾ ഡേ ആയി ആചരിക്കുന്നു. റോബർട്ട് ഡ്രേക്സ് ആണ് 1780 ഇംഗ്ലണ്ടിലെ ഗ്ലൂസ്റ്റർ നഗരത്തിൽ ആദ്യമായി സൺഡേ സ്കൂൾ ആരംഭിച്ചത്. അന്ന് ആ കാലത്ത് പല കുട്ടികളും പാവപ്പെട്ടവരായതിനാൽ സ്കൂളിൽ പോകാൻ കഴിയുന്നില്ലായിരുന്നു. ഈ അവസ്ഥ റോബർട്ട് ഡ്രേക്സിന്റെ ഹൃദയത്തെ ഏറെ ബാധിച്ചു. ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് ഞായറാഴ്ച മാത്രമേ അവധി ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഞായറാഴ്ച അവർക്ക് ബൈബിൾ പഠിക്കാനും നല്ല പെരുമാറ്റം വളർത്താനും റോബർട്ട് ഡ്രേക്സ് തീരുമാനിച്ചു. അങ്ങനെ ഇംഗ്ലണ്ടിലെ ഗ്ലൂസ്റ്റർ നഗരത്തിൽ റോബർട്ട് ഡ്രേക്സ് ആദ്യ സൺഡേ സ്കൂൾ ആരംഭിച്ചു. ഈ പ്രവർത്തനം പിന്നീട് വേഗത്തിൽ ഇംഗ്ലണ്ടിൽ ഉടനീളം പ്രചരിച്ചു. അതിനുശേഷം അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഈ പ്രസ്ഥാനം വ്യാപിച്ചു. റോബർട്ട് ഡ്രേക്സിന്റെ ഈ പ്രവർത്തനം പിന്നീട് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ സഭകളിൽ വലിയ പ്രസ്ഥാനമായി വളർന്നു. റോബർട്ട് ഡ്രേക്സിനെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. 1736 സെപ്റ്റംബർ 14 ഇംഗ്ലണ്ടിലെ ഗ്ലൂസ്റ്ററിൽ ജനിച്ച റോബർട്ട് ഡ്രേക്സ് 1811 ഏപ്രിൽ 5 അന്തരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്നേഹവും ദൈവസ്നേഹവും ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. ഈ ദിനം ദൈവത്തിന്റെ വചനത്തിലൂടെ കുട്ടികൾക്ക് ആത്മീയ ബോധം നൽകുന്ന എല്ലാവർക്കും നന്ദി പറയുന്ന ദിനമാണ്. ഈ ദിവസം സഭകളിൽ പ്രത്യേക ആരാധനയും കുട്ടികൾ അവതരിപ്പിക്കുന്ന ഗാനങ്ങളും പ്രസംഗങ്ങളും കൊണ്ട് ആചരിക്കപ്പെടുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശവാക്യങ്ങൾ 22:6. ഈ ബൈബിൾ വചനം ഈ ദിനത്തിന്റെ സന്ദേശമാണ്. അതായത് ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വഴിയിൽ പഠിച്ചാൽ ജീവിതം മുഴുവൻ ആ നന്മയിൽ നിൽക്കാൻ കഴിയും. അതുകൊണ്ട് വേൾഡ് സൺഡേ സ്കൂൾ ഡേ വിശ്വാസത്തിന്റെ വിത്ത് കുട്ടികളുടെ മനസ്സിൽ നട്ടുവളർത്തുന്ന ദിനം എന്ന് പറയാം. ബൈ ബൈ.